നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ ബേസ് ചെയ്തിട്ട് PSC മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്. ഓരോ ചോദ്യം കഴിഞ്ഞിട്ട് അതിന്റെ പരമാവധി കണക്റ്റഡ് ഫാക്ട്സും കൂടി പഠിച്ചാണ് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അപ്പോൾ എന്തായാലും ക്ലാസ്സിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കാം. തുടങ്ങാം. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. ആറാമത്തെ ചോദ്യം, 5 വരെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ആറാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് ആരാണ്? ഓപ്ഷൻ BR അംബേദ്കർ, KM മുൻഷി, BN റാവു, DN മാധവറാവു. ഈ ചോദ്യം ചോദിച്ചത് വിമൻ പോലീസ് കോൺസ്റ്റബിൾ 2017. ഉത്തരം എഴുതിക്കോളൂ. ആൻസർ C ആണ്. BN റാവു. BN റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് BN റാവു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് BN റാവു. കൂടാതെ മ്യാൻമറിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉപദേശകനായിരുന്ന ഇന്ത്യക്കാരനാണ് BN റാവു. ഭരണഘടനയുടെ കവർ പേജ് അല്ലെങ്കിൽ ലേ ഔട്ട് ഒക്കെ തയ്യാറാക്കിയതാരാ? അത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ് ആണ് ഭരണഘടനയുടെ കവർ പേജ്, ലേ ഔട്ട് എന്നിവ തയ്യാറാക്കിയത്. ഇനി ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ, അതായത് കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയ വ്യക്തി ആരാ? പ്രേം ബിഹാരി നറൈൻ റൈസാദ. പ്രേം ബിഹാരി നറൈൻ റൈസാദയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് അല്ലെങ്കിൽ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയതാരാ? അത് വസന്ത് കൃഷ്ണനാണ്. വസന്ത് കൃഷ്ണനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ അസൽ പ്രതിയുണ്ടല്ലോ, ഹീലിയം നിറച്ച പ്രത്യേക പെട്ടിയിൽ പാർലമെന്റിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ അസൽ പ്രതി ഹീലിയം നിറച്ച പ്രത്യേക പെട്ടിയിൽ പാർലമെന്റിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഏഴാമത്തെ ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് പേഴ്സൺസ് ഈസ് നോൺ ആസ് മോഡേൺ മനു? മോഡേൺ മനു എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് MN റോയ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ അംബേദ്കർ. ഈ ചോദ്യം ചോദിച്ചത് അസിസ്റ്റന്റ് മാനേജർ KFC 2019. എഴുതിക്കോളൂ. ഉത്തരം D. ഡോക്ടർ BR അംബേദ്കർ ആണ് മോഡേൺ മനു എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവാണ് മനു. ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവാണ് മനു. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവാര? അത് ഹമുറാബിയാണ്. ഹമുറാബിയാണ് ലോകത്തിലെ ആദ്യ നിയമദാതാവ്. ലോകത്തിലെ ആദ്യ ലിഖിത നിയമസംഹിതയാണ് ഹമുറാബീസ് കോഡ്. ഹമുറാബി കോഡാണ് ലോകത്തിലെ ആദ്യ ലിഖിത നിയമസംഹിത. ഹമുറാബി കോഡ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹമുറാബി കോഡുമായി ബന്ധപ്പെട്ടതാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാ രീതി. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആര്? രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു. ഈ ചോദ്യം ചോദിച്ചത് ഫോറസ്റ്റ് ഗാർഡ് 2011. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയാണ് ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി, ആധുനിക ബുദ്ധൻ, ആധുനിക മനു എന്നെല്ലാം അറിയപ്പെടുന്നു. അംബേദ്കർ ജനിച്ചത് മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിലാണ്. മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിലാണ് ഡോക്ടർ BR അംബേദ്കർ ജനിച്ചത്. ജനിച്ച വർഷം 1891 ഏപ്രിൽ 14 ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാൾ. മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തി ഡോക്ടർ BR അംബേദ്കർ ആണ്. മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തി. കൂടാതെ ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരണി സഭ. ബഹിഷ്കൃത ഹിതകാരണി സഭ സ്ഥാപിച്ച വർഷം 1924. 1924 ബഹിഷ്കൃത ഹിതകാരണി സഭ സ്ഥാപിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്.
ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാ? മൂക് നായിക്, ബഹിഷ്കൃത ഭാരത്, മൂക് നായിക് എന്നിവയാണ് അംബേദ്കറിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ. ഇദ്ദേഹം അന്തരിച്ചത് 1956 ഡിസംബർ മാസം 6-നാണ്. 1956 ഡിസംബർ മാസം 6-നാണ് അംബേദ്കർ അന്തരിച്ചത്. അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ചൈത്യഭൂമി. അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ചൈത്യഭൂമി. അംബേദ്കറിന്റെ ചരമദിനമായ ഡിസംബർ 6 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? മഹാപരിനിർവാൺ ദിനമായിട്ട് ആചരിക്കുന്നു. അംബേദ്കറുടെ ചരമദിനമായ ഡിസംബർ 6 മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന അംബേദ്കറെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇനി അംബേദ്കറിന് ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിച്ചതെന്ന 1990-ലാണ്. 1990 മരണാനന്തര ബഹുമതിയായിട്ടാണ് ഡോക്ടർ BR അംബേദ്കറിന് ഭാരതരത്നം ലഭിച്ചത്. ഇനി ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ലണ്ടനിലാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഡോക്ടർ അംബേദ്കർ നാഷണൽ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് ന്യൂഡൽഹിയിലാണ്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ വെയിറ്റിംഗ് ഫോർ എ വിസ എന്നത് ഡോക്ടർ BR അംബേദ്കറുടെ ആത്മകഥയാണ്. വെയിറ്റിംഗ് ഫോർ എ വിസ. ദ അൺടച്ചബിൾ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ദ ബുദ്ധ ഓർ കാൾ മാർക്സ് എന്നത് അംബേദ്കറുടെ കൃതിയാണ്. ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, ഹൂ വെയർ ശൂദ്രാസ്. പിന്നെ അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗ പരമ്പരയാ. പിന്നെ വെയിറ്റിംഗ് ഫോർ എ വിസ ആത്മകഥയാണ്. ദ അൺടച്ചബിൾസ്, ദ ബുദ്ധ ഓർ കാൾ മാർക്സ്, ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, ഹൂ വെയർ ശൂദ്രാസ് എന്നൊക്കെയുള്ളത് അംബേദ്കറിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി അംബേദ്കറോടുള്ള ആദരസൂചകമായിട്ടേ 2015 ഇദ്ദേഹത്തിന്റെ 125-ാം ജന്മദിനത്തില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയങ്ങൾ ഏതൊക്കെയാണ്? 10 രൂപയുടെ നാണയവും 125 രൂപയുടെ നാണയവുമാണ് പുറത്തിറക്കിയത്. 10 രൂപയുടെയും 125 രൂപയുടെയും നാണയങ്ങളാണ് പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം, ഹു അമംഗ് ദ ഫോളോയിങ് കാൾഡ് ഇന്ത്യൻ ഫെഡറലിസം ആസ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം? ഓപ്ഷൻ നോക്കാം. KC വെയർ, മോറിസ് ജോൺസ്, ഗ്രാൻവില്ലെ ഓസ്റ്റിൻ, ഐവർ ജെന്നിങ്സ്. ഇത് 2020 KS പേപ്പർ 1 ചോദിച്ച ചോദ്യമാണ്. ചോദ്യം ഇതാ, ഇന്ത്യൻ ഫെഡറലിസത്തിലെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ നോക്കാം, ഉത്തരം എഴുതിക്കൊള്ളാം. ഉത്തരം C ആണ്. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് KC വെയർ ആണ്. ഇനി ഓപ്ഷൻ ഡി, ഐവർ ജെന്നിങ്സ് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് ഫെഡറേഷൻ വിത്ത് സെൻട്രലൈസിംഗ് ടെൻഡൻസി എന്നും ലായേഴ്സ് പാരഡൈസ് എന്നും വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ് ആണ്. ഇനി മോറിസ് ജോൺസ് വിശേഷിപ്പിച്ചത് ബാർഗെയിനിങ് ഫെഡറലിസം എന്ന ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് മോറിസ് ജോൺസ് ആണ്. അപ്പോൾ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ വിശേഷിപ്പിച്ചത് എന്തുവാ? കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണ് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? പാർലമെന്ററി ഗവൺമെന്റ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, പ്രസിഡൻഷ്യൽ ഗവൺമെന്റ്, യൂണിറ്ററി ഗവൺമെന്റ്. ഈ ചോദ്യം ചോദിച്ചത് 2019 ഡെപ്യൂട്ടി കളക്ടർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST. ഉത്തരം C ആണ്. ഈസ് നോട്ട് എ ബേസിക് ഫീച്ചർ. പ്രസിഡൻഷ്യൽ ഗവൺമെന്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചർ അല്ല. പാർലമെന്ററി ഗവൺമെന്റ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, യൂണിറ്ററി ഗവൺമെന്റ് എന്നിവ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് ആണ്. ഈ പ്രസിഡൻഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ്. ബ്രസീലില് പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. വെനിസ്വല, ഇന്തോനേഷ്യ, അർജന്റീന മുതലായ രാജ്യങ്ങളിലൊക്കെ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ബ്രസീൽ, വെനിസ്വല, ഇന്തോനേഷ്യ, അർജന്റീന എക്സെട്ര. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാ?
ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയുടേതാണ്. പിന്നെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്, ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. കൂടാതെ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് വെച്ചാൽ എവരി ഇന്ത്യൻ സിറ്റിസൺ ഹു ഹാസ് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 18 ഹാസ് ദ റൈറ്റ് ടു വോട്ട്. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ റിലീജൻ, കാസ്റ്റ്, റേസ് ഓർ സെക്സ്. പിന്നെ സെക്യുലാർ സ്റ്റേറ്റ് ആണ്, മതനിരപേക്ഷ രാജ്യം. സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്, ഏക പൗരത്വമാണ്. കൂടാതെ ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ പറ്റി PSC മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ ഞാൻ മാക്സിമം 2 ക്ലാസ്സുകളിലായിട്ട് മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് തരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ മറ്റ് ടോപ്പിക്സുമായിട്ട് എക്സാംസ് ഉണ്ടായിരിക്കും, അറ്റൻഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്